ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാഹുകാലം എങ്ങനെ സൂക്ഷ്മമായി അറിയാം എന്നാണ് നമ്മുടെ ഇതൊരു ചെറിയൊരു വിഷയമാണ്, എന്നാലും പലർക്കും അജ്ഞാതമായിട്ടുള്ളൊരു കാര്യമാണ്. രാഹുകാലം എങ്ങനെ അറിയാം? അപ്പം ചോദിക്കൂലേ, രാഹുകാലം കലണ്ടറിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, ഒരു ജ്യോത്സ്യ തനിക്ക് അതിൽ നോക്കിയാലേ അറിയില്ലേ രാഹുകാലം എങ്ങനെ സൂക്ഷ്മമായി എടുക്കാമെന്ന്? എല്ലാതും ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച, ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ രാഹുകാലം എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ല, ഓരോ കള്ളിയിലും ഇല്ലേ? അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് മാറ്റി എഴുതിയിട്ടുണ്ടാവും. ഞായറാഴ്ച ഇപ്പം 4:30 മുതൽ 6 വരെ രാഹുകാലം ഇല്ലേ, അങ്ങനെ എഴുതിയിട്ടില്ലേ? എന്നാൽ അതല്ല ശരിയായ രാഹുകാലം. അവിടെ തെറ്റുപറ്റി. അതൊരു കോമണായ കാര്യമാണ് അവരതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. കോമണായിട്ട് കലണ്ടറിൽ കാണിച്ചിരിക്കുന്നതും അതുപോലെ പഞ്ചാംഗത്തിൽ കാണിച്ചിരിക്കുന്നതും ഒരേ സമയം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ കലണ്ടറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൻ്റെ അടിയിൽ എവിടെയെങ്കിലും എഴുതി വെച്ചാറുണ്ടാവും, അതായത് സൂര്യോദയം 6 മണി എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു, സൂര്യോദയം 6 മണി എന്ന് നിജപ്പെടുത്തിയിരിക്കുന്നു. അപ്പം സൂര്യോദയം 6 മണിയാണെങ്കിൽ ഈ പറഞ്ഞ കലണ്ടറിലോ പഞ്ചാംഗത്തിലോ ഉള്ള രാഹുകാലം കറക്റ്റായിരിക്കും. സൂര്യോദയം 6 മണിക്ക് തന്നെ സംഭവിക്കണം. അത് സംഭവിക്കോ? ഇല്ല. അപ്പോൾ അവരുടെ വ്യത്യാസം വരില്ലേ? സൂര്യോദയം 6 മണിയാണെങ്കിൽ ഈ രാഹുകാലം കലണ്ടറിൽ പറയുന്നത് കറക്റ്റാണ്. സൂര്യോദയം 6 മണി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലോ അപ്പോൾ അവിടെ രാഹുകാലത്തിന് വ്യത്യാസം വരും ഇല്ലേ? ഒരേ ദിവസത്തിൽ വരുന്ന സൂര്യോദയം 6 മണി തന്നെ ആകണമെന്നില്ലല്ലോ. 6 മണി കഴിഞ്ഞേ ഉദയം നടക്കൂ. അപ്പോൾ സൂര്യോദയം 6 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് കൂടി ആയോ ആ സമയം കൂടി അന്നത്തെ രാഹുകാലത്തിലേക്ക് ചേർക്കണം ഇല്ലേ? ഇപ്പം 4:30 മുതൽ 6 മണി വരെ എന്ന 1.5 മണിക്കൂർ ഞായറാഴ്ച രാഹുകാലം കലണ്ടറിൽ എഴുതിയിട്ടുണ്ട്, 4:30 മുതൽ 6 വരെ. അപ്പോൾ അന്നത്തെ ഞായറാഴ്ച ദിവസത്തെ ആ രാഹുകാലം 6 മണിക്ക് ആയിട്ടാണ് നിജപ്പെടുത്തി കലണ്ടറിൽ കാണിച്ചിട്ടുള്ളത്, 4:30 മുതൽ 6 വരെ എന്ന് 1.5 മണിക്കൂർ. എന്നാൽ അന്നത്തെ സൂര്യോദയം എത്ര മണി മുതൽ എത്ര മിനിറ്റ് വരെ ഉണ്ടായെന്ന് നോക്കണം. അപ്പോൾ 6 മണി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയവും കൂടി ഉണ്ടാവും സൂര്യോദയത്തിന്. ആ ബാക്കി വരുന്ന സമയം ചിലപ്പോൾ 6 മണി 15 മിനിറ്റിനാണെങ്കിലോ, അപ്പോൾ 6 മണി കഴിഞ്ഞ് വരുന്ന 15 മിനിറ്റും കൂടി അന്നത്തെ ആ രാഹുകാലത്തിലേക്ക് കൂടി ചേർക്കണം. അപ്പം 4:30ക്കാണ് രാഹുകാലം ഞായറാഴ്ച തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച 6:15 ഉദയമെങ്കിൽ 6 കഴിഞ്ഞിട്ട് ബാക്കി 15 മിനിറ്റും കൂടി ഉണ്ട്. അപ്പം 4:30 + 15 മിനിറ്റ്, അപ്പം 4:45. അപ്പം 4:45 രാഹുകാലം തുടങ്ങുള്ളൂ. അത് തന്നെ ആ 15 വിട്ട മിനിറ്റ് അവസാനത്തെങ്കിലും കൂട്ടണം. 6 എന്നുള്ളത് 6:15 ആവും അല്ലേ? 4:45 മുതൽ 6:15 വരും. അപ്പം രാഹുകാലം ഈ സൂര്യോദയം 6:15 ആണെങ്കിൽ അപ്പോൾ രാഹുകാലത്തോട് സൂര്യോദയത്തോട് 6 മണി കഴിഞ്ഞിട്ട് സൂര്യോദയം കഴിഞ്ഞ് 6 മണി കഴിഞ്ഞാൽ സൂര്യോദയം 6 മണി കഴിഞ്ഞാൽ ബാക്കി വരുന്ന സൂര്യോദയ സമയത്തെ രാഹുകാലവുമായിട്ട് ബന്ധപ്പെട്ട് സൂക്ഷ്മപ്പെടുത്തിയാൽ അന്നത്തെ രാഹുകാലം എത്ര മണിക്ക് തുടങ്ങും അല്ലെങ്കിൽ എത്ര മണിക്ക് അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതാണ് രാഹുകാലം സൂക്ഷ്മപ്പെടുത്താൻ പഠിച്ചിരിക്കേണ്ടത്. അല്ലാതെ കലണ്ടറിൽ കാണുന്ന അതേ സമയം തന്നെയല്ല രാഹുകാലം തുടങ്ങുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഈ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചുകൊണ്ട് ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ വിളിക്കാം. പ്രോഗ്രാം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.